ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. തീപിടുത്തമുണ്ടായ കച്ചേരിപ്പടിയിലെ ഗ്രീൻഫീൽഡ് ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഓഫീസ് പ്രവർത്തനം പുനരാരംഭിച്ചില്ല. വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാത്തതാണ് ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണം. തീപിടുത്തത്തിൽ ഓഫീസിലെ സീലിംഗ്, വയറിംഗ്, കസേരകൾ, ഷെൽഫും അതിലടങ്ങിയ ഫയലുകളും ഭാഗികമായി കത്തിനശിച്ചിട്ടുണ്ട്. ചുമരുകൾ ആകെ പുകപിടിച്ച നിലയിലാണ്. ഒരു കമ്പ്യൂട്ടറും 3 പ്രിന്ററുകളും മേശകളും കസേരകളും കത്തിയതാണ് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലെ കണക്ക് പ്രകാരമുള്ള നഷ്ടങ്ങൾ. വൈദ്യുതി കണക്ഷനുകളുടെയും CCTV ക്യാമറകളുടെയും കണക്കുകൾ ശേഖരിക്കുന്നുള്ളൂ. ഓഫീസിലെ സീലിംഗ് ഉൾപ്പെടെ തകർന്നതിന്റെയും കണക്കുകൾ ലഭ്യമായെങ്കിലേ എത്ര രൂപയുടെ നഷ്ടം നേരിട്ടെന്ന് പറയാനാകൂ. ബുധനാഴ്ച പുലർച്ചെ 1:10 തീപിടുത്തമുണ്ടായത്. അഭയം റെസിഡൻസിയിൽ പ്രവർത്തിക്കുന്ന 4 നില കെട്ടിടത്തിലെ ഗ്രൌണ്ട് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. ഓഫീസിലെ സ്വിച്ച് ബോർഡിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഇതിനോട് ചേർന്നുള്ള അലമാരയാണ് കത്തിനശിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റെ യൂണിറ്റ് 1, 2, സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് എന്നിവയാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റെ ഓഫീസാണിത്. 2 നിലകളിലായാണ് ഓഫീസിന്റെ പ്രവർത്തനം. മഞ്ചേരി പോലീസ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് വിഭാഗം എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. താൽക്കാലിക ജീവനക്കാരടക്കം 60 പേരാണ് ഇവിടെ ജോലി ചെയ്തത്. ഓഫീസ് വൃത്തിയാക്കി തിങ്കളാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി. കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.